Hello friends, welcome to the channel. Welcome to goodhappenshere channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. ഇപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു എസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ ചൂടുകാലത്ത് ഇപ്പോൾ എല്ലാവരും എസിയുടെ പിന്നിലായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലൂ സ്റ്റാറിന്റെ ഒരു ഇൻവെർട്ടർ എസി ആണ്, 3 സ്റ്റാർ. അപ്പോൾ അതിന്റെ ഇൻസ്റ്റാളേഷനും അതിന്റെ ഒരു നമുക്ക് അതിന്റെ റിമോട്ട്സുകളും അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തേണ്ട അതിന്റെ ഔട്ട്ഡോർ യൂണിറ്റ് ആണ് നിങ്ങൾ കാണുന്നത് ബാക്ക് സൈഡിൽ. ആക്ച്വലി കസിന്റെ വീട്ടിലാണ്. ഇപ്പോൾ ബാക്കിലായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നവർ. സർവീസ് പീപ്പിളാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആമസോണിൽ വാങ്ങിയതാണ്. ഓൾമോസ്റ്റ് ഒരു 30,000 റേഞ്ചിൽ വന്നിട്ടുണ്ട് 3 സ്റ്റാറിന് ഇൻവെർട്ടറിന്. അപ്പോൾ അതിന്റെ സർവീസ് പേഴ്സണൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ബോക്സ് ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് അതിന്റെ ബോക്സ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ശരിക്കും പ്രൈസും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെയ്ഡ് ഇൻ ചൈനയാണ് കൊടുത്തിരുന്നത്. ആക്ച്വലി ബ്ലൂ സ്റ്റാർ ഒരു ഇന്ത്യൻ കമ്പനിയാണ്. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ചൈനയെന്ന് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി ഇന്ത്യൻ കമ്പനി നോക്കിയിട്ടാണ് വാങ്ങിയത് ഇത്. പക്ഷെ ഇത് ഇമ്പോർട്ടഡ് ഫ്രം ചൈന എന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ. ബ്ലൂ സ്റ്റാർ ആക്ച്വലി നിങ്ങൾ കേട്ടിരിക്കും, ഭയങ്കര ഫേമസ് ആണ്, ഇന്ത്യൻ ബ്രാൻഡാണ് സംഭവം. അപ്പോൾ ഇവിടെ കാർട്ടഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടഡ് ഫ്രം ചൈന എന്നിട്ട്. അപ്പോൾ ഞാൻ അടുത്ത ബോക്സിന്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്, അതിന്റെ മോഡൽ നമ്പറും. ആക്ച്വലി ഇത് ആമസോണിന്റെ ബില്ലിംഗ് ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ശരിക്കും ഒരു ദിവസം കൊണ്ട് സംഭവം ആമസോണിൽ എത്തിയിട്ടാ. ആമസോണിന്റെ സൈഡിൽ നിന്ന് നല്ല സർവീസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്റ്റെബിലൈസറിന്റെ വർക്കും കൂടി വെക്കാറുള്ളൂ. അപ്പോൾ സ്റ്റെബിലൈസറും ഇതൊക്കെ ഓൾറെഡി ആമസോണിൽ തന്നെയാണ് വാങ്ങിച്ചത്, ഒരുമിച്ച് തന്നെയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ ഇതാണ് എ സി കാണുന്നത്, 1 ടണ്ണിന്റെ എ സി ആണ്. അപ്പോൾ അതിന്റെ ഡ്രില്ലിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞത്. ഇപ്പോൾ ആക്ച്വലി കണക്ഷൻ ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ കണക്ഷൻ എക്സ്ട്രാ എടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എ സി ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഫുൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റെബിലൈസർ ഓണായിട്ട് കാണാം. വികാറിന്റെ സ്റ്റെബിലൈസറാണ് വെച്ചത്. ആക്ച്വലി വേറെ ഒരു ബ്രാൻഡ് സ്റ്റെബിലൈസർ മൈക്രോടെക്കിന്റെയാണ് നോക്കിയത്, പക്ഷേ ലാസ്റ്റ് വികാറിന് തന്നെ എടുത്തു. അപ്പോൾ കണക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓൺ ചെയ്ത് നോക്കണം. അതുപോലെ കൂളിംഗ് ആവണോ എന്നൊക്കെ നോക്കണം. ആക്ച്വലി അവർ സർവീസ് ചെയ്ത് പോയി. ഇപ്പൊ ഇതാണ് വെച്ചാൽ ഞാൻ നേരത്തെ ഇൻഡോർ ബോക്സ് നേരത്തെ കാണിച്ചിരുന്നത്, ഔട്ട്ഡോർ കാണിച്ചിരുന്നല്ലോ. അപ്പൊ ഇതിന്റെ ഇൻഡോർ ബോക്സ് ആണിത്. അപ്പൊ ഇതില് അതിന്റെ ഡീറ്റെയിൽസ് അത് തന്നെയാണ്, ചൈന മെയ്ഡ് ഇൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രൈസ് ഇതൊന്നും ഇല്ല, മറ്റേ പ്രൈസ് 49,000 ഏകദേശം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ പറയാൻ നേരത്തെ മറന്നു, പക്ഷെ നമ്മുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇതിന്റെ എന്തായാലും ബോക്സ് ഫുൾ സൈഡ് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ റിമോട്ടിലേക്ക് നമുക്കൊന്ന് ഓണൊക്കെ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് നോക്കാം. ആക്ച്വലി ഇതിപ്പോ സൗണ്ട് തീരെ ഇല്ല. അപ്പൊ അത് ആക്ച്വലി വെച്ചിരിക്കുന്നത് കണ്ടു, സ്ഥലമില്ലാത്തതിന്റെ കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ട്യൂബ് മാറ്റിയിട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അവിടെ ട്യൂബ് ഇനി വേറെ സൈഡിലേക്ക് മാറ്റണം. അപ്പൊ കണക്ഷൻ സൈഡ് കുഴപ്പം നോക്കിയപ്പോൾ ഒരു വലിയ കുഴപ്പമില്ല. പക്ഷെ അവര് സർവീസ് നോക്കി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാനുള്ളൂ. ഇതാണ് റിമോട്ട് കേട്ടോ, ബ്ലൂ സ്റ്റാറിന്റെ റിമോട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. റിമോട്ട് നല്ല ക്വാളിറ്റി റിമോട്ട് തന്നെയാണ്. ബാക്കിയുള്ളത് പിന്നെ നമ്മളിപ്പോ ഡയറക്റ്റ് ഇൻ ഹാൻഡ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഈ റിമോട്ടിന്റെ ആക്ച്വലി ഇൻ ഹാൻഡ് നല്ല സൂപ്പർ ഇൻ ഹാൻഡ് തന്നെയാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയ്ഡ് ഇൻ ചൈനയാണ്, ഇന്ത്യൻ ഹാൻഡ് ആയിട്ടല്ല. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള റിമോട്ട് തന്നെയാണ്. പിന്നെ ഒരു ആക്ച്വലി വെറൈറ്റി റിമോട്ടാണ്. പിന്നെ നല്ല ഒരു ഫ്ലാറ്റ് ആണ്, തടിയില്ലാത്ത ടൈപ്പാണ്. പിന്നെ അതിലത്തെ ഫങ്ഷൻസ് ഒക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പരിചയപ്പെടാം. ലാസ്റ്റ് ആയിട്ട് നമുക്ക് എൻ്റെ റിമോട്ടിന്റെ ഫങ്ഷൻസ് ഫുള്ള് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് തന്നെ ആക്ച്വലി ഓൺ ചെയ്ത് നോക്കാം. കാണിക്കുന്നത് നിങ്ങൾക്ക് ഡിസ്പ്ലേ കാണണ്ടായിരിക്കും. സൗണ്ട് ഒന്നും ഇല്ല കേട്ടോ, നല്ല സൗണ്ട് ഭയങ്കര കുറവ് തന്നെയാണ്, തീരെ സൗണ്ട് കുറവ് തന്നെയാണ്. അപ്പോൾ അതുപോലെ കൂളിംഗ് വൈസും കുഴപ്പമില്ല. ആക്ച്വലി എല്ലാ നമ്മുടെ എയർ പ്യൂരിഫിക്കേഷൻ സംഭവങ്ങളും ഫിൽറ്റേഴ്സ് ഒന്നും ഇല്ല, നോർമൽ ഫിൽറ്റർ തന്നെയുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ഈ റേഞ്ച് 30,000 എയർ ഫിൽറ്റർ ഒന്നും കിട്ടില്ല ആക്ച്വലി. പിന്നെ സ്മാർട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മളാദ്യം TCL നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ TCLന്റെ അവൈലബിലിറ്റി കുറച്ച് കുഴപ്പമായിരുന്നു. പിന്നെ സർവീസ് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ ബ്ലൂ സ്റ്റാർ എടുക്കാൻ കാരണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓണും അതിലെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് വർക്ക് ചെയ്യുന്ന നോക്കുകയാണ് ഞാൻ. ആക്ച്വലി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നും കാണാനില്ല. കൂളിങ്ങും വരുന്നുണ്ട്, ഫാൻ സ്പീഡും കുഴപ്പമില്ലാത്ത ഫാൻ സ്പീഡ് തന്നെ ഉണ്ട്. നമ്മുടെ എന്താ പറയാ, ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് തീരെ ഇല്ല കേട്ടോ, ഭയങ്കര സൈലന്റ് തന്നെയാണ് സംഭവം. ഇനിയിപ്പോ ഫുൾ ഇതൊക്കെ ഒന്ന് അടച്ചിട്ട് നോക്കണം കൂളിങ്ങിന്റെ പരിപാടി. പിന്നെ ഇപ്പൊ ഇതിന്റെ നമുക്ക് റേറ്റിംഗ് ഞാൻ അതിന്റെ സൈഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി അതിന്റെ നമ്മുടെ AC സൈഡിലായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. അതില് ഇവരുടെ ബ്ലൂ സ്റ്റാറിന്റെ ബില്ലും ഉണ്ട്, നമ്മുടെ അതിന്റെ അവരുടെ റേറ്റിംഗിന്റെ ബില്ലും ഉണ്ട്. ബില്ലല്ല, ആക്ച്വലി സ്റ്റിക്കറാണ് അതിന്റെ സൈഡിൽ. അപ്പൊ നമുക്ക് അതൊന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ റേറ്റിംഗ് ഒക്കെ അറിയാം. അപ്പൊ ഇതാണ് അതിന്റെ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾക്ക് നോക്കാം.
ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അപ്പോൾ നമുക്ക് ഇതിന്റെ റിമോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം മോഡ്, ഓൺ ഓഫ് ബട്ടൺ, ഫാനൊക്കെ ഉണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ അവിടെ അവരുടെ കുറച്ച് കസ്റ്റമർ കെയർ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാറ്ററിയിൽ ഇൻബോക്സ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ട വന്നു. നിങ്ങൾക്ക് ഫംഗ്ഷൻസ് ബട്ടൺസ് ഒക്കെ ഡീറ്റെയിൽഡ് കാണാം. ടർബോ, ടൈമർ ഒക്കെ ഉണ്ട്. ഡിസ്പ്ലേ ഓൺ ഓഫ് ഉണ്ട്. ഐ ഫീൽ ഉണ്ട്. ബ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോ ക്ലീൻ ഫംഗ്ഷൻ ആണ്. അതുപോലെ ഷോർട്ട് കട്ട് വയ്ക്കാനുള്ളതുണ്ട്. പിന്നെ ഐ ഫീൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് ഡിറ്റക്ട് ചെയ്തിട്ട് ആക്കാനുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ മെയിൻലി എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട് ഈ റേസിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 30,000 ഇൻവെർട്ടർ AC 3 സ്റ്റാർ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൂ സ്റ്റാർ നോക്കാം. അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെയാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.